അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്നോട് ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ വർഷം അതിന് ശേഷം ഒരുപാട് സഹോദരിമാര് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ദാരിദ്ര്യത്തിന്റെ വിഷയം. വളരെ ബുദ്ധിമുട്ട്, സഹോദരങ്ങളാണെങ്കിൽ കച്ചവടമില്ല, പ്രയാസമില്ല. പക്ഷെ എന്നാൽ അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ വിളിച്ചിട്ടും പറഞ്ഞു, ഉസ്താദ് എന്ന ലാ ഹൗല എന്ന ദിക്ർ ഞങ്ങൾ ചെല്ലിയിട്ട് ഒരുപാട് പ്രയാസങ്ങൾ മാറിയിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരുപാട് പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ കടൽ കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്, കൂലിപ്പണിക്കാരായ ആളുകളുണ്ട്. അവർക്കൊക്കെ റാഹത്ത് കിട്ടിയിട്ടുണ്ട് ലാ ഹൗല എന്ന ദിക്ർ. അത് ഞാൻ പറഞ്ഞതല്ല, ആര് പറഞ്ഞതാ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി. ലാ ഹൗല കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിൽപ്പെട്ട നിധിയാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അത് അനുഭവിച്ചറിയണം എന്ന് പറഞ്ഞാൽ ചെല്ലി അറിഞ്ഞാലേ അറിയുള്ളൂ. തഴവ ഉസ്താദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു ലേഹ്യമാണ്. ഇത് ഡെയിലി കഴിക്കേണ്ട ലേഹ്യവുമാണ്, മുടങ്ങാതെ കഴിക്കേണ്ടതാകുന്ന ലേഖ്യാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ജീവിതം എപ്പോഴും സ്റ്റൈലാ, അതിനൊരു ശക്കുമിൽ ഒരിക്കലും ചിട്ട തെറ്റിപ്പോവരുതേ, അലസതയാൽ ഒഴിക്കരുതേ. ഒറ്റ ദിവസം മുടങ്ങാതെ ചെല്ലുക. എങ്ങനെ ചെല്ലണ്ട? ഞാൻ അതിന് കൈതും കൂടി പറഞ്ഞിരുന്നു. ഷർത്ത് എന്ത്? ബിസ്മി ചേർത്തിട്ട് ചെല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിനോട് ചേർക്കാൻ വേണ്ടി ഒരു വാവും കൂടി, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അസീം. അത് 101 പ്രാവശ്യം ചെല്ലുന്ന ആളുകൾ എത്ര പേരുണ്ടെന്ന് കൈവക്കിക്ക്. നിത്യമാക്കിയ ആളുകൾ കഴിഞ്ഞ വർഷം മുതൽ. അള്ളാഹുവിനെ നമ്മുടെ ജീവിതത്തിൽ അത് മുടങ്ങാതെ ചെല്ലാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരുപാട് സഹോദരിമാർ അത് ചെല്ലുന്നുണ്ട്. ചെല്ലിയത് കാരണമായിട്ട് ദാരിദ്ര്യം നീങ്ങിയത് ഒരുപാട് പേര് എന്നെ വിളിച്ചു പറഞ്ഞു. ഒരുപാട് ആളുകൾ. വീടില്ലാത്തൊരു സഹോദരി, നമ്മുടെ ഈ സംഘടനയിൽപ്പെട്ട ഒരു സഹോദരന്റെ സഹോദരി കൂടിയാണ്. വീടില്ലാത്തൊരു സഹോദരി ഈ ദിക്ർ പറഞ്ഞു കൊടുത്തു. അവരത് ചെല്ലി 6 മാസം കൊണ്ട് റബീഉൽ അവ്വൽ ഈ കഴിഞ്ഞ മാസത്തിൽ അവർ കുടിയിരിക്കൽ നടത്തി വീട്ടിൽ കയറി താമസിച്ചു. അള്ളാഹു നമുക്കതിനുള്ള സൗഭാഗ്യം തരട്ടെ. വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു നമുക്ക് ഹൈറായ വീട് നൽകി അനുഗ്രഹിക്കട്ടെ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ചിട്ടകൾ കൊണ്ടുവരണം. കുറച്ച് ചിട്ടകൾ കൊണ്ടുവന്നേ പറ്റൂ. അലസമായിട്ടുള്ള ജീവിതം പോരാ. കടന്നങ്ങ് ഉറങ്ങുക. സുബഹിക്ക് ശേഷം അങ്ങനെ കടന്നുറങ്ങുകയാണ്. ഒരു ബോധമില്ല, സുബഹി നമസ്കാരം പോലും ഇല്ല. ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. ബറക്കത്ത് കെട്ട മനുഷ്യനാകണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ബറക്കത്തില്ലാത്തവനാകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സുബഹി കഴിഞ്ഞ് ഉറങ്ങിയാൽ മതി എന്ന് ബഹുമാനപ്പെട്ട ശൈഖുന തഴവ ഉസ്താദ്, അള്ളാഹു ആത്തിരക്ഷിക്കട്ടെ. അഥവാ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ആ ഉദയം, നമ്മുടെയൊക്കെ പള്ളിയിൽ നമ്മൾ എഴുതി വെച്ചിട്ടില്ലേ, ഉദയം 6:25 അല്ലെങ്കിൽ 6:27, 6:30 ഇങ്ങനെ സമയം കാണും അല്ലേ? നമ്മൾ മനസ്സിലാക്കി എന്താ ഇത്? ഈ ഉദയം മനസ്സിലാക്കിയിട്ട് പലരും എന്താ വല്ല യാത്രയ്ക്ക് പോകുന്നുണ്ടോ? ഈ ഉദയം എഴുതാൻ കാരണം അതുവരെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് അതുവരെ ഇരുന്നു കൊണ്ട് ദിക്ർ ചെല്ലുന്നവർക്ക് വലിയ ശ്രേഷ്ഠതയാണ്, വലിയ പവിത്രതയാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ ദിക്റും ഔറാദും ഒക്കെ ആ സമയത്തൊക്കെ കൊണ്ട് വെച്ചാൽ വലിയ മഹത്വമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. യാസീൻ സൂറത്ത് ഓതാം, ഇദാ വഖഅത് സൂറത്ത് ഓതാം, അർ-റഹ്മാൻ ഓതാം, തബാറക സൂറത്ത് ഓതാം. സബ്ഉൽ മുൻജിയാത്ത് എന്നറിയപ്പെടുന്ന രക്ഷയുടെ കവാടങ്ങളാകുന്ന സൂക്തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ. ആ സൂറത്തുകൾ ഓതാം. ആ സമയത്ത് ഓതി കഴിഞ്ഞാൽ പെട്ടെന്ന് ആ സമയം കഴിഞ്ഞു. അരമണിക്കൂർ 3/4 മണിക്കൂർ ഉണ്ടാവുള്ളൂ. ഈ ഉദയ സമയം വരെ ഉറങ്ങാൻ പാടില്ല. സുബഹി നമസ്കരിച്ചിട്ട് ഉദയ സമയം വരെ ഉറങ്ങാൻ പാടില്ല. ഒരാൾക്ക് ക്ഷീണമുണ്ട്, യാത്രയിൽ ക്ഷീണമാണ്, അദ്ദേഹം ആ സമയത്തിന് ശേഷം ഉറങ്ങലാണ് നല്ലത്. നിത്യേന ഡെയിലി ഒരാൾ സുബഹി കഴിഞ്ഞ് അങ്ങനെ ഉറക്കം ശീലിച്ചാൽ ബറക്കത്തവന്റെ ജീവിതത്തിൽ ഉണ്ടാവൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഞാനിത് പറയാനുള്ള കാരണം ഇന്ന് മുസ്ലിം സഹോദരിമാരിൽ ഏറ്റവും കൂടുതൽ അപകടം പെടുന്നിരിക്കുന്ന ഈ വിഷയത്തിലാണ്. സുബഹി കഴിഞ്ഞിട്ട് ഈ സമയത്തുള്ള ഉറക്കം, പ്രത്യേകിച്ച് സഹോദരങ്ങൾ, ചെറുപ്പക്കാരായ ആളുകൾ മടിയന്മാരാകുന്നത്, അലസന്മാരാകുന്നത്, ജോലി ഇല്ലാതാകുന്നത്, കച്ചവടമില്ലാതാകുന്നതിന്റെ ഒക്കെ മർമ്മപ്രധാന കാരണം എന്താ? സുബഹി കഴിഞ്ഞ ഉടനെയുള്ള ഉറക്കാണ്. അത് മാറ്റണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. രാവിലെ വ്യായാമത്തിന് നീ പള്ളിയിലേക്ക് കൊണ്ട് പോകും, സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ പോ. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് അരമണിക്കൂർ ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിൽ തസ്ബീഹ് എടുത്ത് ദിക്ർ ചെല്ല്. ഇനി ഒന്നും വേണ്ട, അവിടുന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്കുള്ള നടത്തത്തിൽ അല്ലെങ്കിൽ കവലയിലേക്കുള്ള നടത്തത്തിൽ 10 ദിക്ർ ചെല്ല്. ആ ഉദയത്തിന്റെ സമയം കഴിഞ്ഞിട്ടേ ക്ഷീണമുള്ള ആളുകൾ അല്പം കടക്കാവുള്ളൂ, അല്ലാതെ കടക്കാൻ പാടില്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ.
കാരണം ഇത് ഫിത്നയുടെ കാലഘട്ടമാണ്. ഇത് ഫിത്നയുടെ കാലഘട്ടമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയില്ലയോ, സയഅതി അലന്നാസി സമാൻ ഫിത്നത്തുൽ ലറാ ബഅദ ഫിത്നത്തിൻ സറാ. ഒരു കാലഘട്ടം എന്റെ പ്രിയപ്പെട്ട സമുദായത്തിന് കടന്നു വരാനുണ്ട് സാബ. ആ കാലഘട്ടത്തിൽ ഫിത്നയാണ് ഉണ്ടാവുക. എങ്ങനത്തെ ഫിത്നയെന്നറിയുമോ? ഫിത്നത്തുൽ ലറാ ബഅദ ഫിത്നത്തിൻ സറാ. സുഭിക്ഷതയുടെ കാലഘട്ടം കൊണ്ടുള്ള ഫിത്നയ്ക്ക് ശേഷമാണ് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്ന, കഷ്ടപ്പാടുകൾ ഉണ്ടാവുന്ന ഒരു കാലഘട്ടം അവർക്ക് കടന്നു വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാലഘട്ടം അല്ലേ ഇത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. ആ കാലഘട്ടം അല്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. ഫിത്നത്തുൽ ലറാ. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ഫിത്നത്തുൽ ലറാ എന്ന സംഗതി എല്ലാവർക്കും പിടികൂടുന്ന സംഗതിയാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല അമുസ്ലിമീങ്ങൾക്കും പിടിപെടും. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നോട്ട് നിരോധിച്ചിട്ട് ഇപ്പൊ ആർക്കാ ഏറ്റവും കൂടുതൽ കുഴപ്പം? എല്ലാവർക്കും പെട്ടു, എല്ലാരും ബുദ്ധിമുട്ടി അല്ലേ? മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഇതര സമുദായത്തിലേതാകുന്ന പാവപ്പെട്ട സഹോദരങ്ങളൊക്കെ അതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഫിത്നത്തുൽ ലറാ എല്ലാരെയും പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ ന്യൂ ഇയറിന്റെ തന്നെ വാർത്ത എന്താ? പെട്രോളിനും ഡീസലിനും വില കൂട്ടി. ഫിത്നത്തുൽ ലറാ ആണത്. എല്ലാവർക്കും ഫിത്നയാണ് മൊത്തത്തിൽ. സാമ്പത്തിക ബുദ്ധിമുട്ട്, കൺസ്ട്രക്ഷൻ വർക്കുമായി മുന്നോട്ട് പോയവർക്ക് അതിന്റെ പ്രയാസം. അതുപോലെ തന്നെ വീട് എടുക്കാൻ വേണ്ടി ജോലിക്കാര് പണി അന്വേഷിച്ചുകൊണ്ട് എത്രയോ സഹോദരങ്ങളാണ്. ബംഗാളികളൊക്കെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് തിരിച്ചു പോവാൻ, റിട്ടേൺ പോവാൻ. മുമ്പ് ബംഗാളികൾ ലീവിന് പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ആന്ധ്രാപ്രദേശത്തിലേക്ക് ബസ് പിടിച്ച്, ടൂറിസ്റ്റ് ബസ് പിടിച്ച്, AC പിടിപ്പിച്ചിട്ട്, AC ഉള്ള ബസ്സിൽ പിടിപ്പിച്ച് അതിൽ യാഹത്തായിട്ട് യാത്ര ചെയ്തു. 3 ലക്ഷം രൂപയാണ് ബസ്സിന് കൂലി കൊടുത്തത്. 3 ലക്ഷം രൂപ. കോട്ടയത്ത് നിന്ന് യാത്ര പോയതാണ്, നമ്മുടെ നാട്ടിലെ കുമ്മനത്ത് നിന്ന് യാത്ര പോയതാണ്. ഞാനത് പറയാൻ കാരണം നമ്മുടെ ഒരു സഹോദരനാണ് അതുമായി ബന്ധപ്പെട്ടത് കൊടുത്തത്, എല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ്. 3 ലക്ഷം രൂപ. അത്രത്തോളം വരുമാനം നമ്മുടെ ഈ നാട്ടിൽ വന്ന് ഉണ്ടാക്കിക്കൊണ്ടു പോകുന്നു ബംഗാളികൾ. പക്ഷെ നമ്മൾ അധ്വാനശീലരാകുന്നില്ല. നമുക്കിപ്പോഴും പ്രവാസ ലോകമാണ് അല്ലേ? ഇവിടെ കിട്ടുന്ന 15,000 അവിടെ കിട്ടിയാലും ഒക്കെ നമുക്ക് റാഹത്താണ്. ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിപത്തുകളൊക്കെ. നമ്മളൊന്ന് അധ്വാനിക്കാൻ തയ്യാറാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഫിത്നത്തുൽ ലറാ പിടികൂടും മുഹമ്മദ് റസൂലുള്ളാഹി. ഈ ഫിത്നത്തുൽ ലറാ വരുന്നത് സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, IS ഭീകരരെന്ന് പറയുന്നത് പോലെ മുസ്ലിം സഹോദരങ്ങളെ മാത്രമായി സഹോദരിമാരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടവുമായിരിക്കും അതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെ ആ കാലഘട്ടം മുന്നോട്ട് പോകുമ്പോ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, സയഅതി അലന്നാസി ബഅദ ദാലിക ഫിത്ന. ഫിത്നത്തുൽ ലറായിലൂടെ സുഭിക്ഷതയുടെ കാലഘട്ടത്തിന് ശേഷമുള്ള ലറാഉൽ ബുദ്ധിമുട്ടിൻ്റെതാകുന്ന പ്രയാസത്തിന്റെ കാലഘട്ടം ജനങ്ങൾക്ക് വന്ന് നിൽക്കുമ്പോ ഒരു ഫിത്ന കൂടി കടന്നു വരും സാബാ. ഫിത്നത്തുൻ അമിയാ സമ്മാ. കണ്ണും കാതും അടപ്പിക്കുന്ന ഫിത്നയായിരിക്കും അതെന്ന് നബിയുനാ റസൂലുള്ളാഹി. കണ്ണും കാതും അടപ്പിക്കുന്ന ഫിത്നയാണ് രണ്ടാമതായി കടന്നു വരിക. നമ്മൾ ചിന്തിച്ചു നോക്ക്, ഞാൻ വെറുതെ പറയല്ല, നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ അവസ്ഥ ചിന്തിച്ചു നോക്ക്. ഒരു 25 കൊല്ലം മുമ്പ് ഇങ്ങോട്ട് 80 അല്ലെങ്കിൽ 85 കാലഘട്ടം മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിൽ സുഭിക്ഷതയായിരുന്നു. വീടില്ലാത്ത പലർക്കും വീട് വെക്കാൻ തൗഫീക്ക് കിട്ടി. റാഹത്താകുന്ന രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. വിവാഹ ജീവിതം നടന്നു. ആ വിവാഹ ജീവിതത്തിൽ സാലിഹ്യങ്ങളാകുന്ന മക്കളായി. നല്ലൊരു വാഹനമുള്ളവരുണ്ട്, നല്ല വീട് വെച്ചവരുണ്ട്, നല്ല കുടുംബം, നല്ല അന്തരീക്ഷത്തിൽ പോകുന്നവരുണ്ട്, ബിസിനസ് റാഹത്തായ നിലയിൽ പോകുന്നവരുണ്ട്. ആ ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ട് 90 രൂപയുടെ ഓട്ടോ ആയിട്ടുള്ളെങ്കിലും 100 രൂപ അങ്ങോട്ട് ഓട്ടോക്കാരന് കൊടുക്കും അല്ലേ? 10 രൂപ നീ വെച്ചോന്ന് പറയും. അതാണ് സുഭിക്ഷത.
അള്ളാന്റെ റസൂൽ പറഞ്ഞത് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാകും, അത് ഫിത്നയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സുഭിക്ഷതയുടെ ഒരു കാലഘട്ടത്തിന് ശേഷം പിന്നീട് വരുന്നതാണ് ഫിത്നത്തുൽ ളറാ, ബുദ്ധിമുട്ടുള്ള കാലഘട്ടം. മുഹമ്മദ് റസൂലുള്ളാഹി അല്ലേ? ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. എത്ര ജോഡി ചെരുപ്പ്, എത്ര ജോഡി ഡ്രസ്സുകൾ സുഭിക്ഷതയായിരുന്നു. എവിടെ നോക്കിയാലും ആഹാരം ഇഷ്ടം പോലെ വാരി വിതറുകയാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മാംസാഹാരം കൊടുക്കണം കുടുംബത്തിനെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം. അത് വ്യക്തമായി രേഖപ്പെടുത്തിയ ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ. ആഴ്ചയിൽ ഒരു ദിവസം കുടുംബത്തിന് മാംസാഹാരം കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞ ആ ഗ്രന്ഥത്തെ നമ്മൾ വിലയിരുത്തുക മാത്രമല്ല, ഡെയിലി വീട്ടിലേക്ക് മാംസാഹാരം കടന്നു വരുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ഈ കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിൽ 20 വർഷം നമുക്കുണ്ടായിരുന്നു. എല്ലാ ദിവസവും നമ്മൾ മീൻ വാങ്ങും, എല്ലാ ദിവസവും ഇറച്ചി വാങ്ങും. എന്നാൽ ഇനി ഒരു ഫിത്നയുടെ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആര് പറയാൻ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫിത്നത്തുൽ ളറാ, സാമ്പത്തികപരമായി പ്രയാസം, ശാരീരികപരമായി പ്രയാസം, ജോലിയില്ലാത്ത അവസ്ഥ, മൊത്തത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, അങ്ങനെ വരെ സാമ്പത്തിക മാന്ദ്യം പിടികൂടുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അടുത്ത ഫിത്ന വരുന്നത്. അതേതാ ഫിത്ന? ഫിത്നത്തുൻ അമിയാഉ സമ്മാ, കണ്ണും കാതും അടപ്പിക്കുന്ന ഫിത്നയായിരിക്കും അതെന്ന് നബിയുനാ റസൂലുള്ളാഹി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് മിമ്പറിൽ കൈവച്ചുകൊണ്ട് പറയുകയാണ്, സഹാബാ, ഈ ഫിത്ന മുസ്ലിമീങ്ങൾക്ക് മാത്രമാ. ഫിത്നത്തുൽ ളറാ അഥവാ സാമ്പത്തിക പ്രശ്നങ്ങൾ ലോകർക്ക് മുഴുവനും ഉണ്ടാവുമെങ്കിൽ ഫിത്നത്തുൻ അമിയാഉ സമ്മാ, കണ്ണും കാതും അടപ്പിക്കുന്ന ഫിത്ന മുസ്ലിമീങ്ങൾക്ക് മാത്രമായിരിക്കും ഉണ്ടാവുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. അഥവാ മുസ്ലിമീങ്ങൾ കൈകാലിട്ടടിച്ചുകൊണ്ട് രക്ഷിക്കണേ എന്ന് ലോകത്തോട് യാചിച്ചാലും കേണപേക്ഷിച്ചാലും ഒരാൾ പോലും അവരെ കേൾക്കൂല, ഒരാള് പോലും അവരെ കണ്ടെന്ന് വരുത്തൂല. കണ്ടില്ലയോ നിങ്ങൾ മ്യാൻമറിലെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ, പാവപ്പെട്ടതാകുന്ന സഹോദരങ്ങൾ അവരുടെ ശരീരത്തിലേക്ക് കുന്തം കുത്തിയിറക്കിയിട്ട് പച്ചയ്ക്ക് കൊണ്ടുവന്നിട്ട് കത്തിക്കുന്നത് കണ്ടില്ലയോ? അവരുടെ ശരീരത്തിലേതാകുന്ന അവയവങ്ങൾ ഇഞ്ചിഞ്ചായി മുറിച്ചത് കണ്ടില്ലയോ? കുടൽമാല വെളിയിലേക്ക് ചാടിച്ചത് കണ്ടില്ലയോ? വാട്സാപ്പിലും ഫേസ്ബുക്കിലുമായിട്ട് അതിന്റെ ഫോട്ടോകൾ കൊണ്ട് നിറഞ്ഞില്ലയോ? മുസ്ലിമേ, മുസ്ലിമേ, ആ പാവപ്പെട്ടതാകുന്ന മുസ്ലിമീങ്ങൾ അവരെ സഹായം അപേക്ഷിച്ചിട്ട് പോലും ഒരു അറബ് ലീഗ് അവരെ സഹായിക്കാനില്ല, ഒരു ഐക്യരാഷ്ട്ര സഭ അവരെ തിരിഞ്ഞു നോക്കാനില്ല, ഒരു ആള് പോലും ആ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ രോദനം കേൾക്കാൻ ഇല്ലേ ഇല്ല. ഇതാണ് പ്രവാചകൻ പറഞ്ഞത്. ഒരു കാലഘട്ടം കടന്നു വരും സഹാബാ, ഫിത്നത്തുൻ അമിയാഉ സമ്മാ, കണ്ണും കാതും അടപ്പിക്കുന്ന ഫിത്നയായിരിക്കും അത്. അന്ന് മുഅ്മിനീങ്ങൾ വിളിച്ച് കേണപേക്ഷിച്ചാലും ഒരാൾ പോലും രക്ഷയ്ക്ക് വരൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഫൈദാ ഖീല ഇൻഖലത് തമാദത്, ഫൈദാ ഖീല ഇൻഖലത് തമാദത്. പലരും പറയും ആ പ്രശ്നമൊക്കെ തീർന്നു, കെട്ടടങ്ങി, IS ഭീകരം എന്നുള്ള വർത്താനമൊക്കെ ഇപ്പൊ ഇല്ല എന്നൊക്കെ പറയും. പക്ഷേ തമാദത്ത്, അതിങ്ങോട്ട് പറഞ്ഞു തീരേണ്ട താമസം അത് നീണ്ടു നീണ്ടു കിടക്കും. മുഹമ്മദ് റസൂലുള്ളാഹി അത് മാറിപ്പോകൂല. ഇത് ആരൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ? ഉറക്കെ പറയും മനുഷ്യന്മാർ, ആർക്ക് മാത്രമേ ഉള്ളൂ? മുസ്ലിമീങ്ങൾക്ക് മാത്രം. ആരാ ഇത് പറയുന്നത്? നബിയുനാ റസൂലുള്ളാഹി. അള്ളാന്റെ റസൂല് പറയാ, എത്രത്തോളം അന്ന് ഈ ഫിത്ന നിങ്ങൾക്ക് കടന്നു വന്നിട്ടില്ല എങ്കിൽ, മുസ്ലിമീങ്ങൾക്ക് വന്നിട്ടില്ല എങ്കിൽ അവരുടെ അംഗത്തെ പറ്റി അവർ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഞാൻ മുസ്ലിമാണോ എന്ന് ഓരോരുത്തരും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ സമയത്ത് അവർക്ക് ആ ഫിത്ന വന്നിട്ടില്ല എങ്കിൽ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. മുസ്ലിമീങ്ങൾക്ക് അത് വരും എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അത് പ്രശ്നങ്ങൾ കെട്ടടങ്ങി എന്ന് പറഞ്ഞാലും തമാദ്ദത്ത് വീണ്ടും വീണ്ടും അത് നീണ്ടു നിന്ന് നിൽക്കും. മുഹമ്മദ് റസൂലുള്ളാഹി ലാ യൻജൂ മിൻഹാ ഇല്ലാ മൻ നജാ
കദ്വാഇൽ ഖരീഖി ഫിൽ ബഹരി. എന്റെ പ്രിയപ്പെട്ട അഴൂക്കോട് ജട്ടിയിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ആയിരക്കണക്കാകുന്ന വിശ്വാസികളോട് കുമ്മനം ഉസ്താദിന് ഒന്ന് മാത്രമേ ഓർമ്മപ്പെടുത്താനുള്ളൂ. ഇത് പറഞ്ഞു തരാൻ പ്രവാചകൻ നമുക്കിന്നില്ല. ഇത് പറഞ്ഞു തരാൻ ഇന്ന് ഉലമാക്കളെയുള്ളൂ, പണ്ഡിതന്മാരെയുള്ളൂ. അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാകുന്ന ഉലമാക്കളെ ഇത് പറഞ്ഞു തരാനുള്ളൂ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, സഹാബാ സഹാബാ ലാ യൻജൂ മിൻഹാ ഇല്ലാ മൻ ദആ കദ്വാഇൽ ഖരീഖി ഫിൽ ബഹരി. സമുദ്രത്തിൽ കടന്നുകൊണ്ട് എന്നെയൊന്ന് രക്ഷിക്കണേ, എന്നെയൊന്ന് രക്ഷിക്കണേ, എന്നെയൊന്ന് കരകയറ്റണേ എന്ന് നീന്തലറിയാത്ത മനുഷ്യൻ കടന്നുകൊണ്ട് അവന്റെ ജീവൻ അപകടത്തിൽ പെടുന്ന സമയത്ത് നിലവിളിച്ചുകൊണ്ട് ദുആ ഇറക്കുന്നത് പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ഇറക്കുന്ന മുഅ്മിനല്ലാതെ രക്ഷപ്പെടൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഡിസംബറിന്റെ കടുങ്കോച്ചെന്ന തണുപ്പ് വിട്ടിട്ടില്ലാത്ത ഈ ജനുവരി മാസത്തിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ പുതച്ചൂടി നീ കടങ്ങരുതേ, നീ പുതച്ചു മൂടി കടക്കരുതേ. തഹജ്ജുദ് നമസ്കരിക്കണേ, റബ്ബിലേക്ക് പൊട്ടിക്കരുത് ദുആ ഇറക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, പാവപ്പെട്ട മുസ്ലിമീങ്ങളെ മാത്രമായി ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു ഫിത്ന കടന്നു വരാനുണ്ട് സാബാ, ഒരു ഫിത്ന കടന്നു വരാനുണ്ട് സാബാ. അന്ന് മുസ്ലിമീങ്ങൾ കടന്ന് നിലവിളിച്ചാലും ഒരാൾ പോലും തിരിഞ്ഞു നോക്കൂല, ഒരൈക്യരാഷ്ട്രസഭ അവരെ രക്ഷിക്കാനുണ്ടാവൂല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, പ്രവാചകരും ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് ദുആ ചെയ്താലല്ലാതെ ആ സമയത്ത് രക്ഷപ്പെടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഞാൻ ഈ ദുആഅക്ക് ആദ്യം നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തിയത്. നരകത്തെ കാവലുള്ളതാകുന്ന ഈ ദുആഅക്ക് നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ തന്നെയാണ് മുസ്ലിമീങ്ങളുടെ കൈകളിലിരിക്കുന്നതാകുന്ന ഇസ്ലാമിക രാഷ്ട്രമാകുന്ന തുർക്കി നഷ്ടപ്പെടുക. മുഹമ്മദ് റസൂലുള്ളാഹി. തുർക്കി ആരുടെ രാഷ്ട്രമാണ് ഇപ്പം? ഞാൻ എന്റെ പ്രസംഗത്തിൽ തന്നെ അത് പറഞ്ഞു, എന്നിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചില്ലേ? മുസ്ലിങ്ങളുടെ കയ്യിലിരിക്കാൻ കുറച്ച് ലോകാര്യം പറയാൻ പോകുന്നു. ശ്രദ്ധിച്ചോ. ഇനി ഒരു നടക്കാൻ പോകുന്ന ഒരു സംഗതി ആയതുകൊണ്ടാണ് ഇത് പറയാൻ പോകുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷം മുമ്പ് അവിടുത്തെ സുന്ദരമായ നാവിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, തുർക്കി നഷ്ടപ്പെടുമത്രേ, മുസ്ലിമീങ്ങളുടെ കയ്യിലിരിക്കുന്ന തുർക്കി നഷ്ടപ്പെടുമത്രേ. റസൂലുള്ളാഹി ഈ കണ്ണും കാതും അടപ്പിക്കുന്ന ഫിത്ന ഇങ്ങനെ നിലനിൽക്കുമ്പോ ഇന്ന് മുസ്ലിമീങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ തുർക്കി നഷ്ടപ്പെടുമെന്ന് ആര് പറയാ? നബിയുനാ റസൂലുള്ളാഹി. അതൊന്ന് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കുന്ന സഹോദരങ്ങൾ, ഇതര സമുദായത്തിലെ സഹോദരങ്ങൾ എന്റെ ഈ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ വാക്ക് പുലരുമ്പോ ഇൻഷാ അല്ലാഹ് ഒരു മുസ്ലിമീങ്ങളാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം റസൂലുള്ള 1400 വർഷം മുമ്പ് പറഞ്ഞു വെച്ചതല്ലേ. അതിപ്പോ നമ്മളിപ്പോ വെളിപ്പെടുത്തി. ഇപ്പൊ മുസ്ലിമീങ്ങളുടെ കയ്യിലുള്ള ഈ രാഷ്ട്രം നഷ്ടപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതൊരു ചെറിയ സംഭവമല്ല, ഇനി വരാനിരിക്കുന്ന ഒരു സംഭവമാണ്. തുർക്കി 2 പ്രാവശ്യം മുസ്ലിമീങ്ങൾ പിടിച്ചടക്കി. 2ാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. ഒന്ന് സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ പിടിച്ചടക്കിയിട്ടുണ്ട്. സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞില്ലയോ, സ്വഹാബാ അടുത്ത സമയത്ത് തന്നെ നിങ്ങൾ തുർക്കി പിടിച്ചെടുക്കുമേ, തുർക്കി നിങ്ങൾ പിടിച്ചെടുക്കുമേ, അതിൽ നിങ്ങൾ അണിചേരണേ, അത് വലിയ കൂലിയുള്ളതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ ധർമ്മസമരത്തിന് വേണ്ടി അനുയായികൾ പോകുമ്പോ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അതിന്റെ നേതൃപടവും അലങ്കരിച്ചിരുന്നു അത്രേ. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ് തുർക്കി പിടിച്ചെടുത്തത്. ആരാ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു? അദ്ദേഹത്തിന്റെ വീട്ടുമുപ്പടിക്കലാണ് അള്ളാന്റെ റസൂലിന്റെ ഒട്ടകം വന്ന് മുട്ടുകുത്തിയത്. പണ്ട് നമ്മൾ മദ്രസയിൽ പഠിച്ച ചരിത്രമാണ്.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലായനം ചെയ്ത് കടന്നു വരുമ്പോ അബൂ അയ്യൂബ് അൽ അൻസാരിയുടെ വീട്ടുപടിക്കലാണ് ഒട്ടകം മുത്തുകുട്ടിയത്. ആ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹുവിന്റെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. അദ്ദേഹം ഈ തുർക്കി പിടിച്ചെടുക്കുന്നതിനുള്ള സഹാബത്തിന്റെ കൂടെ പോവുകയും വിജയശ്രീ ലാളിതരായി തുർക്കി അവരുടെ കയ്യിൽ അഥവാ ഇസ്ലാമിക രാഷ്ട്രമാവുകയും ചെയ്തു. നീ തെറ്റിദ്ധരിക്കരുത്, എന്റെ വാക്ക് കേട്ടിട്ട് തുർക്കി പിടിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഇവിടെ വാളും പരിചയമായിട്ട് പോയി തലവെട്ടിക്കളഞ്ഞ് കൈകാലുകൾ ഛേദിച്ചിട്ട് അംഗവൈകല്യം ഉണ്ടാക്കുക എന്ന അർത്ഥത്തിലല്ല നമ്മുടെ പിടിച്ചെടുക്കൽ എന്ന് പറഞ്ഞാൽ. ഇത് ധർമ്മസമരമാണ്. മുസ്ലിമീങ്ങളുടെ പിടിച്ചെടുക്കൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമാകുന്ന ആശയങ്ങളും ആദർശങ്ങളും ആ സമുദായത്തിൽ ആ ജനങ്ങളിൽ സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുക, അതാണ് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞതിന്റെ വാക്ക്. മനസ്സിലായില്ലേ? ഇസ്ലാമികമാകുന്ന ആശയവും ആദർശങ്ങളും അവർക്ക് നടപ്പിലാക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുക. അതിനുവേണ്ടി തുർക്കി ഇസ്ലാമിക രാഷ്ട്രമായി. അതിനുശേഷം മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്ന് വീണ്ടും നഷ്ടപ്പെട്ടു. പിന്നീട് രണ്ടാമത് മുസ്ലിമീങ്ങൾ പിടിച്ചതാണ് AD 15-ാം നൂറ്റാണ്ടിൽ പിടിച്ചെടുക്കുന്നത്. ആ പിടിച്ചെടുക്കലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അന്ന് തുർക്കി പിടിച്ചെടുത്ത സമയത്ത് അന്ന് അവിടെ ഉണ്ടായിരുന്നതാകുന്ന ഓർത്തഡോക്സ് വിഭാഗക്കാർ റഷ്യയിലേക്ക് പലായനം ചെയ്തു. തൊട്ടടുത്തുള്ള രാജ്യമാണ് റഷ്യ, അങ്ങോട്ട് പലായനം ചെയ്തു. ഇന്ന് റഷ്യയിൽ 77% ഓർത്തഡോക്സുകാരാണ്. റഷ്യൻ നേവി ബേസ് 6 ഭാഗങ്ങളിലായിട്ട് 6 നേവി ബേസ് ഇപ്പോൾ തന്നെ റഷ്യയുടെ ഭാഗങ്ങളിൽ അഥവാ തുർക്കിയുടെ അറ്റത്തായിട്ട് അവർ ഇപ്പോൾ തന്നെ താവളം അടിച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് ന്യൂസാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അഥവാ ഏത് നിമിഷവും തുർക്കി പിടിച്ചെടുക്കാം. ആര് പിടിച്ചെടുക്കും? റഷ്യ പിടിച്ചെടുക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ റഷ്യ തന്നെ പിടിച്ചെടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹിന്റെ റസൂൽ പ്രവചിച്ച വചനങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നടക്കാൻ പോകുന്ന സംഭവം. എന്തെങ്കിലും ഒരു ദിവസം പത്രം എടുത്ത് നോക്കിയിട്ട് യുദ്ധം തുടങ്ങാണ്, റഷ്യയും തുർക്കിയും തമ്മിൽ യുദ്ധം. അപ്പൊ നിങ്ങൾ മനസ്സിലായി ഉസ്താദ് പറഞ്ഞ സംഭവം എത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് തിരിയും. ആരാ ഇത് പറഞ്ഞിരിക്കുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് വന്നതിന് ശേഷം പിന്നെ ആയത്തോ ദിവസവും കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഇത് ആദ്യം കൊണ്ട് ഓർമ്മപ്പെടുത്തത്. ഇത് ചിലപ്പോൾ അടുത്ത കൊല്ലം എന്ന് പറയാൻ വരുമ്പോൾ സംഭവം ചിലപ്പോൾ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അന്ന് ആയത്തോ ദിവസം ഓതി പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കാര്യമില്ല. ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏതാ തുർക്കി? ഇന്ന് തുർക്കിയിലെ ഇസ്താംബൂളിൽ വെടിവെപ്പുണ്ടായി. നിശാ ക്ലബ്ബിൽ വെടിവെപ്പുണ്ടായിട്ട് 39 പേര് മരിച്ചു എന്ന് പ്രമുഖ പത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുത്തശ്ശി പത്രങ്ങളിലൊക്കെ ഉണ്ട്, ഫ്രണ്ട് പേജിലുണ്ട്. പലരും ദർശിച്ചിട്ടുണ്ടാവും. ആ തുർക്കിയിൽ. കാരണം എന്താ? അവിടെ ഇപ്പോൾ അനിസ്ലാമികത കടന്നു വരുന്നു. നിശാ ക്ലബ്ബുകൾ, രാത്രി സമയത്തുള്ളതാകുന്ന പാട്ടും കൂത്തുകൾ കടന്നു വന്നു. അതുകൊണ്ട് തന്നെ അത് മുസ്ലിമീങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെടും. ദീനില്ല, ദീൻ നഷ്ടപ്പെടുകയാണ് അവിടെ. ദീൻ നഷ്ടപ്പെടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനില്ലാത്ത ആളുകളുടെ മേൽ അത് ദീനപ്പെടുത്താണ്. ഇങ്ങനെ തുർക്കി നഷ്ടപ്പെട്ടുകൊണ്ട് ജനങ്ങൾ മുഴുവനും പ്രയാസത്തിലാ. ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും പ്രയാസത്തിലാണ്. എല്ലാവരും സാമ്പത്തികമായി പരാധീന അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മക്കയില് മഖാം ഇബ്രാഹിമിന്റെ ചാരത്തൊരു മനുഷ്യൻ വരുക. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ജനങ്ങൾ ഓടിച്ചെല്ലും അത്രേ. അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് മദീനക്കാര് ബൈഅത്ത് ചെയ്യുമത്രേ. പിന്നെ മക്ക വന്നുകൊണ്ട് ബൈഅത്ത് ചെയ്യുമത്രേ. പിന്നെ ഇറാഖികൾ ബൈഅത്ത് ചെയ്യുമത്രേ. പിന്നെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അദ്ദേഹത്തെ ഖലീഫയായി പ്രഖ്യാപിക്കുമത്രേ. അദ്ദേഹത്തിന്റെ പേരാണ് മഹദി ഇമാമെന്ന് നബിയുനാ റസൂലുള്ളാഹി. യുആതിഉ ഇസ്മി ബിഇസ്മിഹി വഇസ്മു അബീഹി باسم أبي من أولاد فاطمة من سلالة حسن. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. സഹാബത്തെ മഹദി ഇമാം കടന്നു വരുന്ന സമയമാ. അദ്ദേഹം പരിശുദ്ധമാക്കപ്പെട്ട ഹറം ഷരീഫിൽ മഖാം ഇബ്രാഹിമിന്റെ സ്ഥലത്ത് വന്നുകൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മിൻ ഔലാദി ഫാത്തിമ
മദീനക്കാരനാണ് ബഹുമാനപ്പെട്ട മഹദി ഇമാം. എന്റെ മകളാകുന്ന ഫാത്തിമയുടെ മക്കളിൽപ്പെട്ടതാണ്. മിൻ സുലാലത്തി ഹസൻ, ഹസനിന്റെ പേരക്കുട്ടിയാണ്, ഹസനിന്റെ പരമ്പരയിൽപ്പെട്ടതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. യുആതിഉ ഇസ്മി ബിഇസ്മിഹി, എന്റെ പേര് അദ്ദേഹത്തിന്റെ പേരുമായി സാമ്യമുള്ളതാണ്, അഥവാ മുഹമ്മദ് എന്നായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വഇസ്മു അബീഹി ബിഇസ്മി അബീ, അദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേര് എന്റെ വാപ്പാന്റെ പേരിനോട് സാമ്യമുള്ളതാണ്, അഥവാ അബ്ദുള്ള എന്നായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പക്ഷെ മഹദി ഇമാമിന് ആ സമയത്ത് എത്ര വയസ്സുണ്ടാകും? 40 വയസ്സുണ്ടാകും. മഹദി ഇമാമിന് മഹദി ഇമാമാണെന്ന് അറിയണമെങ്കിൽ വയസ്സ് എത്ര ആകണം? 40 ആകണം. അതുകൊണ്ടാണ് അത്രയും വൈകിയത്. മഹദി ഇമാം ഇപ്പൊ വന്നിട്ടുണ്ടോ, ജനിച്ചിട്ടുണ്ടോ? അല്ലാഹു അഅലം. ഒരു ഫാത്തിഹ ഡെയിലി ഓതിക്കോളി. അള്ളാഹു അവരുടെ മദത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം എന്താ, 40 കൊല്ലം കഴിയുമ്പോഴേ ആർക്ക് മഹദി ഇമാമിന് മഹദി ഇമാമാണെന്ന് തിരിച്ചറിവുണ്ടാവുള്ളൂ. അന്ന് മക്കയുടെ ഒരു സൈഡിൽ വന്ന് അദ്ദേഹം ഇരിക്കും. പരിശുദ്ധമാക്കപ്പെട്ട റുക്നുൽ യമാനിന്റെയും മഖാം ഇബ്രാഹിമിന്റെ ഇടയിലായിരിക്കും അദ്ദേഹം വന്നിരിക്കുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു രാത്രിയിലായിരിക്കും അത്. ആ രാത്രിയിൽ ജനങ്ങൾ മുഴുവനും, അഥവാ ആദ്യമായിട്ട് മദീനക്കാർ, പിന്നെ മക്കക്കാർ, പിന്നെ ഇറാഖികൾ, പിന്നെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും വന്ന് അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്യും. നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലാക്കുന്നുണ്ടോ? അപ്പൊ ആ കാലഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കാൻ ഞാൻ അതിനാണ് ഓർമ്മപ്പെടുത്തിയത്. ആദ്യം തന്നെ ഇതങ്ങോട്ട് പറഞ്ഞത് അതാണ്. കുറച്ച് ദുആകൾ പറഞ്ഞിട്ട് ഈ കാലഘട്ടത്തെ പറ്റി നിങ്ങളോട് വിശദീകരിച്ചതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ലാ യൻജു മിൻഹാ ഇല്ലാ മൻ നജാ കദുആഇൽ ഗരീഖി ഫിൽ ബഹരി. സമുദ്രത്തിൽ അകപ്പെട്ടതാകുന്ന മനുഷ്യൻ ഇഖ്ലാസോടുകൂടി, നിഷ്കളങ്കതയോടുകൂടി കൂടിയല്ലാതെ പറയൂല എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന്. നീന്തലറിയാത്തവൻ നിഷ്കളങ്കതയോടുകൂടി പറയൂല. ആ നിഷ്കളങ്കതയായിരിക്കണം നിങ്ങളുടെ ദുആയിൽ ഉണ്ടാവേണ്ടതെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് മുസ്ലിമീങ്ങളാകുന്ന നമുക്ക് പ്രാർത്ഥിക്കാൻ എവിടുന്നാണ് സമയം? ദുആയില്ല, ദുആയില്ല. നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥനകൾ നമ്മൾ അവഗണിച്ചില്ലയോ? ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലയോ? സഹാബത്തെ മൂന്ന് പ്രാർത്ഥനകൾക്ക് വല്ലാതെ ഉത്തരം ലഭിക്കുന്നതാ. 3 പ്രാർത്ഥനകൾക്ക് വല്ലാത്ത ഉത്തരം ലഭിക്കുന്നതാണ്. അതിലൊന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയത്, എല്ലാ നമസ്കാരങ്ങൾക്ക് പിറകെയുള്ള ഉടനെയുള്ള പ്രാർത്ഥനയാ, അതിന് ഉത്തരമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നരകം എന്ന് പറയുന്നത് അത്രമേൽ പ്രധാനമായ സംഗതി കൊണ്ടാണ് രാവിലെ മുതൽ പ്രഭാതം മുതൽക്ക് അവന്റെ ദുആ നരകത്തെ തൊട്ട് കാവൽ തേടാനുള്ള കാര്യം. അത്രമേൽ പ്രധാനമായ സംഗതി. ബക്കറ്റ് പിരിവില്ലേ? ബക്കറ്റ് എല്ലാവരും നൽകി ലാസ്റ്റ് ദിവസമല്ലേ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും കാര്യമായിട്ട് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സ്വതക്കെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേഗം കൊടുക്കും. ബിസ്മില്ലാ. എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും ഇന്ന് ലാസ്റ്റ് ദിവസം കൊണ്ട് നിങ്ങളൊക്കെ കാര്യമായിട്ട് എല്ലാവരും സഹകരിക്കും ഇൻഷാ അല്ലാഹ്. ഇന്നലെ വരെ 50 ഇട്ടവർ ഇന്ന് മാറ്റി പിടിക്കും, 100 ആക്കി ഇൻഷാ അല്ലാഹ്. സാമ്പത്തിക ഭദ്രത നൽകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനുള്ള ദിക്ർ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, ലാ ഹൗല. അത് എത്ര ചെല്ലാവോ അത്രയും നിങ്ങൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു നമുക്ക് സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹലാലായ സാമ്പത്തികം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല വീട് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തട്ടെ, ആബിദീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരട്ടെ. ഏത് നിയ്യത്തുകൾ വെച്ചുകൊണ്ട് നമ്മൾ ഇടുന്നോ ആ നിയ്യത്തുകളൊക്കെ അല്ലാഹു സാധൂകരിച്ചു തരട്ടെ. നമ്മുടെ രോഗങ്ങൾ അല്ലാഹു പരിപൂർണ്ണ ശമനമാക്കട്ടെ. ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ഈ നാട്ടിലുള്ള ഒരുപാട് സഹോദര സഹോദരിമാർ. അല്ലാഹു പരിപൂർണമായി രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഫിയത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും കാര്യമായി സഹകരിക്കും. നരകം അത്രമേൽ പ്രധാനമായ സംഗതി ആയതുകൊണ്ടാണ് അതിനെ ഇത്രത്തോളം ദുആകൾ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പരിശുദ്ധ തിരുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്.
ബിസ്മില്ലാഹ്. സമയം കഴിഞ്ഞ എത്ര നേരമായി? ഇപ്പൊ തുടങ്ങിയിട്ട് എത്രയായി? 1.5 മണിക്കൂറായി. നിങ്ങൾ സമയം പോയത് അറിഞ്ഞ? ഇല്ല. അതാണ് 1.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. +2 പീരീഡ് ഏകദേശം എത്രയാണ്? +2 എത്രയാണ്? ഒരു പീരീഡ് എത്ര മണിക്കൂറാണ്? അതിന് ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വേണ്ട പുസ്തകം ഞങ്ങളോട് ചോദിക്കും. +2 പീരീഡ് എത്രയാണ്? 1 മണിക്കൂർ, 1 ഹവർ അല്ലേ? 1 മണിക്കൂറാണ്. 1/2 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ, ഇതൊക്കെയാണ് ചെറിയ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പീരീഡ്. എന്താ അങ്ങനെ വെക്കാൻ കാരണം? ഈ 3/4 മണിക്കൂർ കൂടുതൽ അല്ലെങ്കിൽ 1 മണിക്കൂർ കൂടുതൽ ഒരു സാറിന് പോലും ഒരാളെ പിടിച്ചിരുത്താൻ, ഒരു കുട്ടിയെ പിടിച്ചിരുത്താൻ, പഠിക്കാൻ വേണ്ടി വന്ന കുട്ടിയെ പോലും പിടിച്ചിരുത്താൻ പറ്റൂല. മനസ്സിലായില്ല? അവനെ ശ്രദ്ധ പിടിച്ചിരുത്തണമെന്ന് വെച്ചിട്ട് പാടാണ്. അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ചില സാറുമാർ കയറി വരുമ്പോൾ, ചില ടീച്ചർമാരെ കയറി വരുമ്പോൾ നമ്മൾ ദുആയിരക്കും, പടച്ചോനെ ഈ കടുംപെട്ടാണ് വന്ന് ഇവരെങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തന്നെ റഹ്മാനെ യാസീനൊക്കെ ഓതി, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു വരെ യാസീനൊക്കെ ഓതിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ടീച്ചർ ഇറങ്ങിപ്പോയി അല്ലേ? 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇവർ ഇറങ്ങിപ്പോയി. പോയിട്ടുണ്ട്. ഇവർ സയൻസാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെയും കയറി വന്നേക്കാം വീണ്ടും. ഇതെന്താ? അത് മാത്സിന്റെ ടീച്ചറില്ല, ഇനി മാത്സ് എൻ്റെ വക, ഞാനാ പഠിപ്പിക്കുന്നത്. ഇവരെ ഒരു വിധത്തിൽ യാസീനോതി ഒഴിവാക്കിയതാ, പിന്നെയും കയറി വന്നേക്കാം ഇവർ. പിന്നെ ഹത്ത് ഓതേണ്ടി വരും. അങ്ങനത്തെ ചില ടീച്ചർമാർ എല്ലാവർക്കും ഉണ്ടാവും, എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഓർമ്മപ്പെടുത്തിയത് അല്ലേ? സ്വാഭാവികമായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 1.5 മണിക്കൂർ പോയി. സാധാരണ വാഴ് എൻ്റെ വല്യാപ്പ വരെ തഴവ ഉസ്താദ് 2 മണിക്കൂറേ പറയുള്ളൂ. കറക്റ്റ് 2 മണിക്കൂർ. കാരണം നമുക്കിതിനായിട്ടൊക്കെ വല്ല തമാശയൊന്നുമില്ല. ഇപ്പൊ ഒരു തമാശ പറഞ്ഞു വെച്ചാൽ അതിനുള്ള 1 മിനിറ്റ് കൂടെ ഇൻഷാ അല്ലാഹ് കവർ ചെയ്യും. 2 മണിക്കൂറാണ് അവർ പറയുക. എന്താ കാര്യം? ആ 2 മണിക്കൂർ മുഴുവൻ ആയത്തും ഹദീസും ഖുർആനും ചരിത്രം മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ഉണ്ടാവൂല. കോമഡി പറയാനുണ്ടാവൂല, പാട്ടുപാടി സമയം കളയൂല, ഖുർആനും ഹദീസ് ഓതിയിട്ട് അങ്ങനെ പോകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കും. അള്ളാഹുവെ നിർത്തല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ തഴവ ഉസ്താദ് ഒറ്റ നിർത്തല. 2 മണിക്കൂർ ആകുമ്പോൾ മൂപ്പരുടെ കയ്യിൽ വാച്ചുണ്ടെങ്കിലും മൂപ്പർ അതിലേക്ക് നോക്കൂല. 2 മണിക്കൂർ ആകുമ്പോൾ കറക്റ്റ് കറാമത്തുണ്ടെങ്കിൽ നിർത്തും. എല്ലാവരും ഓർക്കും അള്ളാഹ് അപ്പോൾ പറയും നാളെ ഇൻഷാ അല്ലാഹ് പിറ്റേന്ന്. പിന്നെ അവർ ദിവസങ്ങളോളം ഡേറ്റ് കൊടുത്തിട്ട് 65 ദിവസം കോഴിക്കോട് കുറ്റിച്ചിറ വാത് പറഞ്ഞിട്ടുണ്ട്. 65 ദിവസം. ഒരുപക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു മതപ്രഭാഷണം നടത്തിയ ഒരാളും ഉണ്ടാവൂല. ഒരു സ്ഥലത്ത് തന്നെ 65 ദിവസം ഒരു വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തുക. എന്നിട്ട് അവരോട് പറയാം അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് ഈ വിഷയം തീർന്നിട്ടില്ല, 2 മാസത്തേക്ക് ഡേറ്റ് തരാം. ചിന്തിച്ചോ? അങ്ങനത്തെ ആലിമീങ്ങൾ, അവരുടെ ഇൽമു അള്ളാഹു അത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ തണൽ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെയുള്ള മഹത്തുക്കളൊക്കെ നമുക്ക് മുമ്പേ നടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കും. കുറച്ചേരം നമുക്ക് സദസ്സ് മുന്നോട്ട് പോകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ലൊരു ദുആയിരുന്നു പിരിയണം നമുക്ക് ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തന്റെ പ്രിയപ്പെട്ട അനുയായികളും ഇരിക്കുമ്പോൾ നരകത്തെക്കുറിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുയായികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഭീമാകാരമാകുന്ന ശബ്ദം കേട്ടു. എല്ലാരും കേട്ടു, സഹാബത്ത് ഉൾപ്പെടെ കേട്ടു എന്നാണ് ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു അത്രേ, അതദറൂന മാ ഹാദാ, അതദറൂന മാ ഹാദാ. സഹാബത്തെ എന്താണ് ഈ ശബ്ദമെന്ന് നിങ്ങൾക്കറിയുമോ സാബ? ഈ ശബ്ദം എന്തിന്റെയാണെന്ന് നിങ്ങൾക്കറിയുമോ സാബ? സഹാബത്തുടനെ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾക്കറിയൂല നബിയേ, അവിടുന്ന് പറഞ്ഞു തന്നാലും നബിയേ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അത്രേ, അള്ളാന്റെ റസൂല് പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നരകം പടച്ചല്ലോ, ആ നരകത്തിന്റെ അഴിയിലേക്കൊരു കല്ല് ഇപ്പോഴാണ് പോയി വീണത്. നരകത്തെ പടച്ചതാകുന്ന സന്ദർഭത്തിൽ നരകത്തിന്റെ ആഴിയിലേക്ക് ഇട്ടതാകുന്ന ഒരു കല്ല് അതിപ്പോഴാണ് നരകത്തിന്റെ അടിത്തട്ടിൽ ചെന്ന് വീണത്. അതിന്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടതെന്ന് കളവ് പറയാത്ത ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ നിങ്ങൾ കേട്ട ഈ ശബ്ദം ആ കല്ല് ചെന്ന് നരകത്തിന്റെ ഏറ്റവും താഴെ പതിച്ചതിന്റെ ശബ്ദമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി.
അപ്പൊ അതിന്റെ ആഴമാണ് പറയുന്നത്. അതിന്റെ ആഴം, നരകത്തിന്റെ ആഴം ചിന്തിച്ചു നോക്ക്. നരകത്തെ പടച്ചിട്ട് ആ നരകത്തിലേക്ക് വീണ കല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അള്ളാന്റെ റസൂൽ അനുയായികളുമായിട്ട് ഇരിക്കുമ്പോൾ കേട്ട ശബ്ദം കേട്ടപ്പോൾ നബി പറയാൻ, ഇതെന്താണ് നിങ്ങൾക്കറിയുമോ? സഹാബത്ത് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, അള്ളാഹു റസൂലുഹു അഅലം, അള്ളാഹുവിനെ റസൂലിന് അറിയാം. ഉടനെ നബി തങ്ങൾ പറഞ്ഞത്, ഇതാണ് ഒരു കല്ല് അള്ളാഹു നരകത്തെ പടച്ച സമയത്ത് ഇട്ടതാണ്. ആ കല്ല് ഇപ്പോഴാണ് അതിന്റെ താഴെ ചെന്ന് പതിക്കുന്നതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാഹു നരകത്തെ തൊട്ട് കാത്തിരക്ഷിക്കുമാർ, അള്ളാഹു നരകത്തെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ നരകം ഹറാമാക്കിയതാകുന്ന ആളുകൾ 3 എണ്ണമാണ്. നരകത്തെ നമ്മുടെ കണ്ണുകൊണ്ട് കാണിക്കരുതെന്ന് എപ്പോഴും ദുആ ഇരക്കണം. നരകത്തെ കണ്ണുകൊണ്ട് കാണിക്കരുതെന്ന് ദുആ ഇരക്കണം. നരകത്തെ നാളെ മഹ്ശറയിൽ കാണും. ആ രംഗം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ്, അതിന്റെ CD കേട്ടവരുമാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. മഹ്ശറയിലേക്ക് വരുന്ന നരകത്തിന്റെ കോലവും കെട്ടിവലിച്ചുകൊണ്ട് വരുന്നതാകുന്ന രംഗങ്ങളും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം വിശദീകരിച്ചതാണ്. ആ നരകത്തെ തൊട്ട് കാണാതെ രക്ഷപ്പെടുന്നത് 3 കണ്ണുകളാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അഥവാ അവർ നരകത്തിൽ പ്രവേശിക്കൂല എന്ന് ഹബീബ് റസൂലുള്ളാഹി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സലാസുൻ ലാ തറാ അയ്യുനുഹും അന്നാർ. 3 കൂട്ടർ അവർ നരകത്തെ കാണൂല സാബ, അഥവാ അവർ നരകത്തിൽ പ്രവേശിക്കുകയില്ല സാബ, അവർ നരകത്തിൽ കടക്കുകയില്ല സാബ. ആ 3 കൂട്ടർ ആരാണ്? അവരെ നമ്മൾ വിശദീകരിക്കാൻ ഈ സദസ്സിലൂടെ. ആരൊക്കെയാണ്? 1, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി പറഞ്ഞത്, ഐനുൻ ഗല്ലത്ത് അൻ മഹാരിമില്ലാഹ്, ഐനുൻ ഗല്ലത്ത് അൻ മഹാരിമില്ലാഹ്. ഹറാമ കാണുന്നതിനെ തൊട്ട് കണ്ണിനെ സൂക്ഷിച്ചതാകുന്ന ഏത് വ്യക്തികളുണ്ടോ, ഏതൊക്കെ കണ്ണുകളുണ്ടോ, അവർ നരകത്തെ കാണൂല, അവർ നരകത്തിൽ കടക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവേ, ഞങ്ങൾ അത്തരത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നരകത്തെ കാണാത്തതാകുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര മോശപ്പെട്ട കണ്ണാണ് നമ്മുടെ കണ്ണുകൾ, എത്ര ഹറാമാണ് നമ്മൾ ജീവിതത്തിൽ കണ്ടു തീർക്കുന്നത്. പരിശുദ്ധമായ ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഖുർആനുകൾ നമ്മുടെ ജീവിതത്തിലില്ല, ദിക്റുകൾ നമ്മുടെ ജീവിതത്തിലില്ല. പഴയ കാലഘട്ടത്തിൽ പൊലിമയ്ക്ക് വേണ്ടി പറഞ്ഞിരുന്നതായിരുന്നു സീരിയൽ കാണുന്നതിരുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും സ്ത്രീകൾ സീരിയലിന് അടിമപ്പെട്ടില്ലയോ? സിനിമയുടെ ലോകത്തേക്ക് സഹോദരങ്ങൾ മാറിയില്ലയോ? ജിയോ സിം ഇറങ്ങിയത് മുതൽ എല്ലാ ദിവസവും യൂട്യൂബിലൂടെ പ്രഭാഷണങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത് കേൾക്കേണ്ടതിന് പകരം എല്ലാ ദിവസവും സിനിമ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് കണ്ടു തീർക്കുന്ന ചെറുപ്പക്കാരില്ലയോ, യുവാക്കളില്ലയോ? എത്ര ജിയോ സിമ്മാണ് ഈ നാട്ടിലുള്ള സഹോദരങ്ങൾ വാങ്ങിയത്? എത്ര സഹോദരങ്ങളാണ് അശ്ലീലമാകുന്ന സിനിമകൾ കാണുന്നത്? അശ്ലീലമാകുന്ന സിനിമാ ഗാനങ്ങൾ പാതിരാത്രി സമയത്ത് ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അവൻ നരകത്തെ തൊട്ട് കാവൽ ചോദിച്ചുകൊണ്ട് കടക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അല്ലാഹുവിന്റെയും പ്രവാചകന്റെയും വചനങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് അശ്ലീലമാകുന്ന സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ടും സിനിമാ ഗാനങ്ങൾ കണ്ടുകൊണ്ടും അവന്റെ കണ്ണും കാതും നശിപ്പിച്ചില്ലയോ? നരകത്തെ വിലക്ക് വാങ്ങുകയല്ലയോ? നരകത്തെ വിലക്ക് വാങ്ങുകയല്ലയോ? എത്രയോ സഹോദരങ്ങളാണ്, എത്രയോ സഹോദരിമാരാണ് കാമുകന്മാരുമായി ബൈക്കിന്റെ പിന്നാമ്പുറത്ത് അഴീക്കോടിന്റെ ബീച്ച് വരാന്തയിലൂടെ കറങ്ങി നടക്കുന്നില്ലയോ? പരിശുദ്ധമാക്കപ്പെട്ട ദിക്റിന്റെ മജ്‌ലിസുകളെ, വഅദിന്റെ മജ്‌ലിസുകളെ തൃണവൽഗണിച്ചില്ലയോ? ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, സ്വഹാബാ ലാ തുസ്കിനൂഹുന്ന ഫിൽ ഗൗറ
ഘുറഫാ. സഹാബത്തെ സഹാബത്തെ, നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന പെൺമക്കളെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ നിങ്ങൾ താമസിപ്പിക്കരുതേ. 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. ഇന്ന് സമുദായത്തിൽ നടക്കുന്ന വിപത്തുകളതല്ലയോ. വഅലിന് വേണ്ടി മക്കളെ ക്ഷണിക്കുമ്പോ എനിക്ക് തലവേദനയാണ് ഉമ്മ, എനിക്ക് കൈകാലുകൾ കടച്ചിലാണ് ഉമ്മ, എനിക്ക് ഒരുപാട് ഹോംവർക്കുകൾ ചെയ്യാനുണ്ട് ഉമ്മ, എനിക്ക് പരീക്ഷ എടുത്തിരിക്കുകയാണ്, എക്സാമിന് പഠിക്കാനുണ്ട് ഉമ്മ എന്ന കളവ് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മതവിജ്ഞാന വേദിയിലേക്ക് വരാതെ വീട്ടിലിരിക്കുന്ന 8ാം ക്ലാസ്സിലുള്ള 9ലുള്ള 10ലുള്ള +2ലുള്ള ബികോം പഠിക്കുന്നതാകുന്ന പെൺമക്കളെ ശ്രദ്ധിക്കണേ ഉമ്മമാരെ. വഅലിന്റെ ഇടയിൽ പോയി നോക്കിയാൽ ഹറാമായിരിക്കും അവർ ചെയ്യുന്നത്. വാട്സാപ്പിലൂടെ തന്റെ കാമുകനുമായിട്ടുള്ള ചാറ്റിംഗ് ആണ്. കാരണം വാപ്പയുടെ ഫോൺ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. മക്കൾക്ക് സർവ്വ സ്വാതന്ത്ര്യമാണ്. ജനിച്ച കുട്ടികളുടെ കയ്യിൽ പോലും ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ കൊടുക്കാൻ മടിയില്ലാതെ അവിടെ മൊബൈൽ ഫോണിന്റെ അടിമയാക്കി മാറ്റാൻ മടിയില്ലാത്ത മാതാപിതാക്കളെ, ലജ്ജിക്കണേ ലജ്ജിക്കണേ. ഇന്നത്തെ മക്കള് പോകുന്നത് മോശപ്പെട്ട തലത്തിലേക്കല്ലയോ. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ലാ തുസ്കിനൂഹുന്ന ഫിൽ ഖുറഫാ. ഒറ്റയ്ക്ക് ഒരു റൂമിൽ പ്രായപൂർത്തിയെത്തിയ പെൺമക്കളെ നിങ്ങൾ താമസിപ്പിക്കരുതേ. നബിയുനാ റസൂലുള്ളാഹി. പലരും വീട്ടിൽ 3ാമതൊരു റൂം പിടിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട പെൺമക്കളെ ഒരാളെ മാത്രമായി അതിൽ താമസിപ്പിക്കുന്നത് അപകടത്തിലേക്ക് വഴിതിരിച്ചു വിടുമേ. വാപ്പയറിയാതെ ഉമ്മയറിയാതെ പാതിരാത്രിയുടെ സമയത്ത് തന്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ പുതപ്പിന്റെ മറയിലാക്കിയിട്ട് തന്റെ കാമുകനുമായി ചാറ്റിംഗ് ആണ്. ആ കാമുകൻ അവളോട് ആവശ്യപ്പെടുന്നത് അവരുടെ ശരീരത്തിലേതാകുന്ന നഗ്നമാകുന്ന ഫോട്ടോകളാണ്. തന്റെ സ്വന്തം മോന്തയുടെ ഫോട്ടോ, മുഖത്തിന്റെ ഫോട്ടോ അയച്ചു കൊടുത്ത പെണ്ണിനോട് പിന്നെ നിർബന്ധം ചെലുത്തുന്നത്, പെണ്ണേ നിന്റെ ശരീരത്തിന്റെ മാറിടം എനിക്കൊന്ന് കാണണം, നിന്റെ ശരീരത്തിലേതാകുന്ന നഗ്നമാകുന്ന ഭാഗങ്ങൾ എനിക്കൊന്ന് കാണണമെന്നാണ്. പാവപ്പെട്ട പെണ്ണിനറിയില്ല അവളെ വഞ്ചിക്കാനുള്ള തയ്യാറെടുപ്പാണെന്ന് ആ പെണ്ണറിയുന്നില്ല. അവൾ ഓർക്കുകയാണ്. വാപ്പറിയാത്ത ഈ ബന്ധം, ഉമ്മ അറിയാത്ത ഈ ബന്ധം അപകടം വരുത്താൻ ചാൻസ് ഇല്ല. കാരണം എന്റെ പ്രിയപ്പെട്ട കാമുകനുള്ളതാണ് എല്ലാം. എന്നെങ്കിലും ഒരു ദിവസം അവനിലേക്ക് ഞാൻ ഇഴുകിച്ചേരാനുള്ളതാണ്, അവനുമായിട്ട് ബന്ധപ്പെടാനുള്ളതാ, അവനെന്നെ സമർപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് അവന് വേണ്ടിയുള്ള ഈ അവയവങ്ങൾ അവൻ കാണുന്നതിൽ തെറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വാപ്പറിയാതെ ഉമ്മറിയാതെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് നഗ്നമാകുന്ന ഫോട്ടോകൾ കാമുകന് ഷെയർ ചെയ്യുന്ന പെങ്ങളെ, അപകടമല്ലയോ? ആ കാമുകൻ പിന്നീട് ആ ഫോട്ടോ മോർഫിംഗ് ചെയ്തിട്ട് നിന്റെ നഗ്നമാകുന്ന ഫോട്ടോകൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും, യൂട്യൂബിൽ ഇടുമെന്ന് പറയുമ്പോ അത് ജനങ്ങൾ കണ്ട് വൈറലാകുമെന്ന് അറിയിക്കുമ്പോ ഈ പാവപ്പെട്ട പെൺകുട്ടി വശംവദയാവുകയാണ്. എവിടെയാണ് ഞാൻ വരേണ്ടത്? ഏത് സ്ഥലത്താണ് ഞാൻ വരേണ്ടത്? എന്ത് ഹോട്ടലിലാണ് ഞാൻ വരേണ്ടത്? ഏത് മോട്ടലിലാണ് ഞാൻ വരേണ്ടത്? ഏത് ബീച്ച് റോഡിലാണ് ഞാൻ വരേണ്ടത്? എവിടെ വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ട മുസ്ലിം പെണ്ണ് ഇറങ്ങി പോവുകയല്ലയോ. ഇത് പറയാനുള്ള കാരണം എന്താണ്? ഇന്നലെ ഈ വാഴ നടക്കുന്ന ഇതേ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൊട്ടപ്പുറത്തുള്ളതാകുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് പർദ്ദ ധരിച്ചതാകുന്ന ഒരു പച്ച മനുഷ്യനെ ഇന്നലെ പിടിച്ചു അത്രേ. ഇന്നലെ ഒരു പുരുഷനെ പിടിച്ചു അത്രേ. അവൻ പർദ്ദ ധരിച്ചുകൊണ്ട് കടന്നു വന്നവനാ. ചിന്തിക്കണേ, എന്തിനു വേണ്ടിയാണ് അവനെ പിടിച്ചു നിർത്തി ചോദിച്ചപ്പോ അവൻ വെളിപ്പെടുത്തുകയാ, ഈ വഅദ് കേൾക്കാൻ വന്ന ഒരു പെണ്ണുമായി ഞാൻ ഇഷ്ടത്തിലാണ്, അവളുമായി ഒളിച്ചോടാനുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങൾ നടത്തുന്നതെന്ന്
എന്ന് പറയുമ്പോ അഴീക്കോടുള്ള ഉമ്മ ഉപ്പ ജാഗരൂകരാകണേ, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. നമ്മുടെ മക്കളെ കഴുകന്മാര് കൊത്തിക്കൊണ്ടുപോകാൻ, റാഞ്ചിക്കൊണ്ടുപോകാൻ പരിന്തിന്റെ മക്കള് വന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇതര സമുദായത്തിലെ സഹോദരങ്ങളോടൊപ്പം എത്ര മുസ്ലിം സഹോദരിമാരാണ് ഓടിപ്പോയത്. മതമൈത്രിയും മതസ്നേഹവും നമുക്ക് വേണം. അത് നിലനിൽക്കുന്ന നാടാണ്. അത് നിലനിൽക്കാൻ പരിശ്രമിക്കുന്ന സംഘാടക സമിതിയാണിത്. അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഉസ്താദാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മതമൈത്രിയും മതസ്നേഹവും അന്യന്റേതാകുന്ന ബീജത്തുള്ളികൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളിൽ നിക്ഷേപിച്ചിട്ടാകരുത്. നമ്മുടെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയെ അവൻ അടിച്ചുകൊണ്ട് പോയിട്ടാകരുത്. അത്തരത്തിലുള്ള സ്നേഹമോ മതമൈത്രിയോ നമുക്കാവശ്യമില്ല. ഹബീബായ നബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇയ്യാകും വൽ ജുലൂസ മഅന്നിസാ. സഹാബാ സഹാബാ, നിങ്ങൾ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. വൽ ജുലൂസ മഅന്നിസാ, അന്യ പെണ്ണുങ്ങളുമായി തനിച്ചിരിക്കുന്നതിനെ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. തഹ്ദീറിന്റെ ലഫ്ളാണ് ഇയ്യാക, 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 നീ സൂക്ഷിക്കണേ മുഹമ്മദ് റസൂലുള്ളാഹി. വൽ ജുലൂസു മഅൻ നിസാ, അന്യ പെണ്ണുങ്ങളുമായി തനിച്ചിരിക്കുന്നതിനെ സൂക്ഷിക്കണേ മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മുടെ പെണ്ണുങ്ങൾ എവിടെയാ പോകുന്നത്? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അവർക്കൊരു ബോധമില്ല, ഒരു ബോധമില്ല, ചിന്തയില്ല. എന്താണ് ഇവർ ആവശ്യപ്പെടുന്നത്? എന്താ ആവശ്യപ്പെടുന്നത്? സുന്ദരമാകുന്ന ജീവിതമാണോ? ഈ വാപ്പ പ്രവാസ ലോകത്ത് അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് കഷ്ടപ്പെടുന്നത് ഈ മക്കൾക്ക് വേണ്ടിയല്ലേ? ഈ വാപ്പമാര് കടലിന്റെ ആഴിയിൽ പോയിട്ട് മുത്തോ പവിഴോ എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോണ്ട് വരും, മക്കൾക്ക് വേണ്ടിയല്ലേ അവർ കഷ്ടപ്പെടുന്നത്. എന്നിട്ട് ആ വാപ്പായ ഉമ്മയെ മറക്കുന്നവർ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സാലിഹത്തിൽ ഉൾപ്പെടുത്തട്ടെ. എവിടെ എത്തിപ്പോയി? 18 വയസ്സുവരെ തേനെ പാലെ എന്ന് വളർത്തുന്നതാകുന്ന മക്കൾ വാപ്പായ ഉമ്മായും യാതൊരുവിധ ലജ്ജയില്ലാതെ, ഇതൊക്കെ ഉസ്താദുമാർ എത്ര വാഴ്ന്നു പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. നിങ്ങളുടെ ശരീരം മാത്രമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. വല്ലാഹി സുമ്മ വല്ലാഹി, ഈ സദസ്സ് സാക്ഷിയാണ്, ആയിരക്കണക്കിന് ആളുകളും സാക്ഷിയാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കുമ്മനം ഉസ്താദ് തുറന്നടിച്ചു പറയുന്നു, നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തിക്കൊള്ളുക, നിങ്ങളുടെ ഹൃദയത്തിൽ ഉരുടവനാക്കുക, നിങ്ങളുടെ ശരീരത്തെ മാത്രമാണ് അവർ ലക്ഷ്യമാക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. നിങ്ങളുടെ ശരീരം മാത്രമാണ്. എത്ര ഉദാഹരണങ്ങളാണ്, എത്ര ഉദാഹരണങ്ങളാണ് നമുക്ക് മുന്നിൽ. നിങ്ങളുടെ ശരീരത്തെ തിന്നു കഴിയുമ്പോൾ എവിടെയെങ്കിലും റെയിൽവേ ട്രാക്കിൽ വലിച്ചങ്ങോട്ടെറിയും, എവിടെയെങ്കിലും കഴുത്തെ കെട്ടി തൂക്കും, ഏതെങ്കിലും ഓടയിലേക്ക് വലിച്ചെറിയും, കൊന്നുതള്ളും, ശ്വാസം മുട്ടിച്ച് കൊന്നുകളയും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് അത്തരത്തിലുള്ള ദാരുണമാകുന്ന മരണത്തെ തൊട്ട് അല്ലാഹു ആക്കട്ടെ. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പോലും മുസ്ലിമീങ്ങൾ ഇതൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ, വാട്സാപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ ഒക്കെ എത്രയെത്ര ഉദാഹരണങ്ങൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുക, എന്നിട്ടും പഠിക്കുന്നില്ല നമ്മുടെ സഹോദരിമാർ. എന്താണ് ഈ പ്രേമം? എന്ത് പ്രേമം? നിങ്ങളൊരു 10 സലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ചൊല്ലി, എന്ത് കൂലിയാണ്! ആ പ്രവാചകനെ സ്നേഹിച്ച എത്ര വലിയ സ്നേഹമാണ്. അള്ളാഹുവിനെ സ്നേഹിക്ക്, ഒരു ചാൺ അങ്ങോട്ട് സ്നേഹിച്ചാൽ ഒരടി ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരല്ലേ അള്ളാഹു. ഖുദ്സിയായ ഹദീസിൽ രേഖപ്പെടുത്തിയില്ലേ, എന്താ അള്ളാഹുവിനെ സ്നേഹിച്ചാൽ? എന്തിനാ നിങ്ങൾ മറ്റുള്ളവരെ? നിങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരുന്ന റബ്ബ്, നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതാകുന്ന റബ്ബ്, റബ്ബിലേക്ക് നിങ്ങൾ കൈനീട്ടി പ്രവാചകനെ അതിന് അടയാളാക്കി നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്ന അള്ളാഹു തൗഫീഖ് തരട്ടെ.